നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം സന്തോഷം, പിന്നെ ഗൾഫിൽ മഴ ആദ്യം സന്തോഷം നൽകിയെങ്കിലും മഴ കനത്തതോടെ ദുരിതങ്ങൾ ബാക്കി. ദുബായിൽ മഴ തുടരുന്നു. വിമാനങ്ങൾ റദ്ദാക്കി. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ ഇന്നും റദ്ദാക്കി. ഗൾഫിലെ മണലാരണ്യ ഭൂമിയിലെ മഴ ആദ്യം പ്രവാസികൾക്കുൾപ്പെടെ കൗതുകമായെങ്കിലും പിന്നെ ദുരിതമായി. ദുബായിൽ മഴ തുടരുന്നതിനിടെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ ഇന്നും റദ്ദാക്കി. ബുധനാഴ്ച രാത്രി 10:20 കൊച്ചിയിൽ നിന്ന് ദുബായിക്ക് പോകേണ്ടിയിരുന്ന സ്പേസ് ജെറ്റ് വിമാനം പുറപ്പെട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12:15 പുറപ്പെടുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. രാവിലെ 10:30 ദുബായിക്ക് പുറപ്പെടേണ്ട എമിറേറ്റ്സ് വിമാനം ഉച്ചയ്ക്ക് 12:30 പുറപ്പെടുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു. വൈകിട്ട് 5:05 ദുബായിൽ നിന്ന് എത്തേണ്ട ഇൻഡിഗോ വിമാനവും പുലർച്ചെ 2:45 എത്തേണ്ട ഇൻഡിഗോയുടെ ദോഹ വിമാനവും റദ്ദാക്കി. പുലർച്ചെ 3:15 എത്തേണ്ടിയിരുന്ന എയർ അറേബ്യയുടെ ഷാർജ വിമാനവും റദ്ദാക്കി. യാത്രക്കാരുടെ ചെക്കിൻ നടപടികൾ നിർത്തിവെച്ച നടപടി എമിറേറ്റ്സ് എയർലൈൻസ് ഇന്ന് രാവിലെ 9 വരെ നീട്ടിയിട്ടുണ്ട്. ദുബായ് എയർപോർട്ട് ടെർമിനൽ 1ലേക്കുള്ള പ്രവേശനം യാത്ര ഉറപ്പായ യാത്രക്കാർക്ക് മാത്രമായി നിയന്ത്രണം ഏർപ്പെടുത്തി. എയർപോർട്ടുകളിൽ കുടുങ്ങിയ യാത്രക്കാരിൽ ഭൂരിഭാഗവും ദുരിതത്തിലാണ്. യുഎഇയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് കരിപ്പൂരിൽ നിന്നുള്ള 2 വിമാന സർവീസുകളും റദ്ദാക്കി. രാത്രി 7:25 പോകേണ്ട കോഴിക്കോട് ഷാർജ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും രാത്രി 8 പോകേണ്ട കോഴിക്കോട് ദുബായ് വിമാനവുമാണ് റദ്ദ് ചെയ്തത്. നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് യുഎഇയിലേക്ക് പോകുന്ന 4 വിമാനങ്ങളുടെ സർവീസ് റദ്ദാക്കിയിരുന്നു. ദുബായിലേക്കുള്ള എമിറേറ്റ്സ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും ഷാർജയിലേക്കുള്ള ഇൻഡിഗോ എയർ അറേബ്യ വിമാനങ്ങളുമാണ് റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളും ഇതിനു മുൻപായി റദ്ദാക്കിയിരുന്നു. ദുബായിലേക്കുള്ള 3 വിമാനങ്ങളും ഷാർജയിലേക്കും ദോഹയിലേക്കുമുള്ള ഓരോ വിമാനവുമാണ് യാത്ര റദ്ദാക്കിയിരുന്നത്. വിമാന സർവീസുകൾ റദ്ദാക്കുന്നത് സംബന്ധിച്ച് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും വലിയ പ്രതിസന്ധിയാണ് ഈ ദിവസങ്ങളിൽ യുഎഇയിലേക്ക് മടങ്ങാനിരുന്ന പ്രവാസികൾ അടക്കമുള്ളവർ നേരിടുന്നത്. യുഎഇയിൽ മഴയും പ്രതികൂലമായ കാലാവസ്ഥയും തുടരുന്ന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി. യുഎഇയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് 2 ദിവസം കൂടി അവധി നീട്ടി. രാജ്യത്തെ എല്ലാ സർക്കാർ സ്കൂളുകൾക്കും 2 ദിവസത്തേക്ക് അവധിയായിരിക്കുമെന്ന് എമിറേറ്റ്സ് സ്കൂൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ അറിയിച്ചു. ഇതിന് പിന്നാലെ ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഏപ്രിൽ 18-19 തീയതികളിൽ അവധിയായിരിക്കുമെന്നും വിദൂര പഠനം തുടരുമെന്നും എമിറേറ്റ്സിലെ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു. ദുബായിലെ സ്വകാര്യ സ്കൂളുകൾ, നഴ്സറികൾ, യൂണിവേഴ്സിറ്റികൾ എന്നിവിടങ്ങളിൽ 2 ദിവസം കൂടി വിദൂര പഠനം തുടരും. ഷാർജയിലും സ്വകാര്യ സ്കൂളുകൾക്ക് വിദൂര പഠനം നീട്ടിയിട്ടുണ്ട്. ഏപ്രിൽ 18 വിദ്യാർത്ഥികൾക്ക് വിദൂര പഠനമായിരിക്കുമെന്ന് സർക്കാർ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംഘമാണ് പ്രഖ്യാപനം നടത്തിയത്. യുഎഇയിൽ റെക്കോർഡ് മഴയാണ് ലഭിച്ചത്. 75 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന മഴയാണ് രാജ്യത്ത് തിങ്കളാഴ്ച മുതൽ ചൊവ്വാഴ്ച രാത്രി വരെ ലഭിച്ചത്. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് അൽ ഐനിലെ ഗതം അൽ ഷഖ്സ പ്രദേശത്താണ്. 24 മണിക്കൂറിനുള്ളിൽ 254.8 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചതെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. 2016 മാർച്ച് 9 ഷുവൈബ് സ്റ്റേഷനിൽ 287.6 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയതായി സെന്റർ അറിയിച്ചു. അതിശക്തമായ മഴയാണ് യുഎഇയിൽ കഴിഞ്ഞ മണിക്കൂറിൽ ലഭിച്ചത്. തിങ്കൾ മുതൽ ഏപ്രിൽ 16 ചൊവ്വാഴ്ച രാത്രി 9 മണി വരെ 24 മണിക്കൂർ ലഭിച്ചത് ഏറ്റവും ഉയർന്ന മഴയാണ്.